welcome to Dhiya's World. ഞാൻ ഇന്ന് ആദ്യമേ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി പറയുന്നുണ്ട്. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യമേ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോണും പ്രസ് ചെയ്യുക. പിന്നെ ഇനി എനിക്ക് കുറേ കമൻറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ വീഡിയോസ് കണ്ടിട്ട്, അതിനെല്ലാം വളരെ നന്ദി. ഞാൻ വരുന്ന വീഡിയോസിൽ ഉറപ്പായിട്ട് ഞാൻ അതെല്ലാം ഇംപ്രൂവൈസ് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്, ചിക്കൻ തോരൻ. നിങ്ങളിത് ഉറപ്പായിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. ഇന്ന് ഞാൻ ആദ്യമേ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നൊന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ ഇവിടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 കപ്പോളം തേങ്ങ കൊത്തെടുത്ത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് അത് ഞാനിവിടെ അതൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. നമുക്ക് 1-2 മിനിറ്റ് മതി. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചിട്ട് വീണ്ടും പാൻ വെച്ചിട്ട് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 4-5 ഏലക്കയും കൂടിയിട്ട് നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇതും 2 മിനിറ്റ് മതി. ഇപ്പോൾ ഇത് നല്ലോണം റോസ്റ്റായി കഴിഞ്ഞ് ഇതും കൂടി മാറ്റി വെച്ചിട്ട് വീണ്ടും പാൻ വെച്ചിട്ട് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണ്ടെങ്കിൽ വേറെ നോർമൽ കുക്കിംഗ് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ എല്ലാ ഗരം മസാലയുടെ ഇൻഗ്രീഡിയൻസും ഒന്നൊന്നായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. 1 ചെറിയ പീസ് പട്ട, 3-4 ഗ്രാമ്പും പിന്നെ 1 ബേ ലീഫും കൂടി ചേർത്ത് അതൊന്ന് ചെറുതായിട്ട് നമുക്ക് വറക്കാം. ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ 1 ടീസ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പിന്നെ ഇച്ചിരി മല്ലിയിലയും കൂടിയിട്ട് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് നല്ലോണം ഈ പച്ച മണം ഒന്ന് മാറണം, അതുവരെ നമുക്കൊന്ന് സോട്ടേറ്റ് ചെയ്യാം. ഇപ്പം നല്ലോണം സോട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ വറുത്ത് വെച്ച ഇൻഗ്രീഡിയൻസിനകത്ത് പെരിഞ്ജീരകം 1 ടീസ്പൂണും ഏലക്കയും കൂടിയിട്ട് നമുക്ക് 1 ടീസ്പൂണ് പെപ്പറും കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഇപ്പം 2 വലിയ സവാള എടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ഇതിനകത്ത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സവാള നല്ലോണം പെട്ടെന്നൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഉപ്പിപ്പം ചേർക്കുന്നത്. ഇതിനകത്ത് ഞാൻ 2 തക്കാളിയും കൂടി ചോപ്പ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് നല്ലോണം അടച്ച് വെച്ച് 3-4 മിനിറ്റ് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 4 മിനിറ്റ് കഴിഞ്ഞു. 4 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് 1 കപ്പ് ചോപ്പ് ചെയ്ത മല്ലിയിലയാണ് ചേർക്കുന്നത്. നിങ്ങൾ മല്ലിയില വേണമെങ്കിൽ പിന്നെ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പം ചേർക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരിയും കൂടി എക്സ്ട്രാ ആയിട്ട് കിട്ടിക്കോളും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സ്ലൈസ് ചെയ്ത് 1 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 1 ടീസ്പൂൺ കുരുമുളക് അരയ്ക്കുന്നതിൽ ചേർക്കുന്ന പിന്നെ മുളക് പൊടിയും ചേർക്കും. ഈ പച്ചമുളക് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ എല്ലാ പൊടികളും ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം നമുക്ക് ആദ്യമേ. അത് കഴിഞ്ഞ് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഗരം മസാല ചേർക്കുന്നില്ല. ചിക്കൻ മസാല നമുക്ക് 2 ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞ് ഇച്ചിരി ഒന്ന് ഇളക്കി കരിഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇതിനകത്ത് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കന് നമുക്ക് ഇതിനകത്തൊന്ന് ആഡ് ചെയ്യാം. ഈ ചിക്കനിന് ബോൺ പീസ് എല്ലാ പീസുമാണ് ഞാൻ ചേർക്കുന്നുള്ളത്. ഇപ്പോൾ ഇനി ഈ ചിക്കന് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഇപ്പം നമ്മളിനി ഈ ചിക്കൻ തോരൻ്റെ ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞ് നല്ലോണം മിക്സ് ചെയ്ത് നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 20-25 മിനിറ്റോളം നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഈ ചിക്കനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല. ഈ ചിക്കൻ്റെ വെള്ളം തന്നെ അതിനകത്ത് ഇരിക്കുന്നുണ്ട്.
ഞാൻ വേറെ എക്സ്ട്രാ ആയിട്ട് ഒരു വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതൊന്ന് നമുക്ക് 20 അല്ലെങ്കിൽ 25 മിനിറ്റ് വരെ നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. നിങ്ങൾ ഈ ചിക്കൻ തോരൻ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പം 25 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ബാക്കിയുള്ള പൊടികളെല്ലാം ചേർക്കാം. ഞാനിപ്പം 1 ടീസ്പൂണ് ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പെപ്പറും പെരുംജീരകവും ഏലക്കയും കൂടി ഇട്ട് പൊടിച്ച പൊടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതും കൂടി എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് നല്ലോണം അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ തോരൻ ഇത് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. കുറേ ട്രൈ ചെയ്ത് കാണും. ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കുക. അതിനകത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതും കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ വയനയെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ ഒന്ന് മാറ്റിയെടുക്കാം. അത് മാറ്റിയെടുത്ത് കഴിഞ്ഞ് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ 1 കപ്പോളം തേങ്ങാപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഡ്രൈ പൗഡറാണ്, തേങ്ങ പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർക്കാം. നല്ല ടേസ്റ്റ് കിട്ടിക്കോളും. ഇതും കൂടി ഒന്ന് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. ഇപ്പോഴത്തേക്ക് ചിക്കൻ തോരൻ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ അല്ല അപ്പത്തിൻ്റെ കൂട്ടത്തിലോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്യണം. ഈ ചിക്കൻ തോരൻ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിത് സെർവിങ് ട്രേയിലോട്ട് മാറ്റി നമുക്ക് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കോണും പ്രസ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരെ ബൈ ഫ്രം ദിയാസ് വേൾഡ്.